എല്ലാവർക്കും SSLC IT മോഡൽ പരീക്ഷയുടെ പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സെക്ഷനിലേക്ക് സ്വാഗതം. ഇവിടെ ലിബ്രിയോഫീസ് റൈറ്ററുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ആൻ ആർട്ടിക്കിൾ ഓൺ ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് ഇൻ ഇന്ത്യ ഈസ് ഗിവൺ ഇൻ ദ ഫയൽ monuments.ott. monuments.ott എന്ന പേരിലൊരു ഫയൽ നൽകിയിട്ടുണ്ട്. അതിലെ മെയിൻ ഹെഡിങ്ങുകൾക്ക് എല്ലാം തന്നെ ഹെഡിങ് 1 എന്ന സ്റ്റൈലും സബ് ഹെഡിങ്ങുകൾക്കെല്ലാം തന്നെ ഹെഡിങ് 2 എന്ന സ്റ്റൈലും നൽകണം എന്നുള്ളതാണ് ഈ ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മെയിൻ ഹെഡിങ്ങുകളെല്ലാം തന്നെ നമ്പറുകൾ നൽകിയിട്ടുണ്ട്. സബ് ഹെഡിങ്ങുകൾക്ക് എല്ലാം തന്നെ റെഡ് കളറാണ്. കൂടാതെ ഹെഡിങ് 1ൻ്റെ ആ ഒരു സ്റ്റൈല് വ്യത്യാസം വരുത്തി ഫോണ്ട് ഫാമിലി ബാബൽ യൂണിക്കോഡ് എന്നതും ഫോണ്ട് സൈസ് 135% എന്നുള്ളതും ഫോണ്ട് കളർ പർപ്പിൾ എന്നുള്ളതുമായി മാറ്റണം. ഇത്രയും ചെയ്തതിന് ശേഷം ഇത് നിങ്ങളുടെ എക്സാം 10 എന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പറുമായി നൽകി സേവ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി ആ ഫയൽ തുറക്കാം. അതിന് പ്ലേസസിലെ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ നിന്നും monuments.ott എന്ന ഒരു ലിബ്രിയോഫീസ് റൈറ്റർ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യുന്നു. ഇനി ഇതിലെ നമ്പറുകൾ നൽകിയിരിക്കുന്ന ആ ഹെഡിങ്ങുകൾ നമ്പറുകൾ നൽകിയിരിക്കുന്ന ഹെഡിങ്ങുകളാണ് മെയിൻ ഹെഡിങ്ങുകൾ. ആ മെയിൻ ഹെഡിങ്ങുകളെല്ലാം തന്നെ സെലക്ട് ചെയ്യുകയാണ്. ഒന്നിലധികം ഹെഡിങ്ങുകൾ സെലക്ട് ചെയ്യേണ്ടി വരുമ്പോൾ കൺട്രോൾ കീ പ്രസ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു ഹെഡിങ് മാത്രമാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുക. കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് എല്ലാ ഹെഡിങ്ങുകളും സെലക്ട് ചെയ്യുക. അടുത്ത പേജിലേക്ക് പോകേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ കൺട്രോളിൽ നിന്നും വിരൽ മാറ്റിയില്ല എങ്കിൽ അതൊരു പേജ് സൂമായി പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതിനാൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിരൽ മാറ്റേണ്ടതുണ്ട്. വീണ്ടും ഹെഡിങ്ങുകൾ സെലക്ട് ചെയ്യാൻ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ എല്ലാ ഹെഡിങ്ങുകളും സെലക്ട് ചെയ്യുക. അങ്ങനെ ഹെഡിങ്ങുകൾ സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റൈലിൽ നിന്നും ഹെഡിങ് 1 എന്ന ഒരു സ്റ്റൈൽ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ മെയിൻ ഹെഡിങ്ങുകൾക്കെല്ലാം തന്നെ ഹെഡിങ് 1 എന്ന സ്റ്റൈൽ വന്നിട്ടുണ്ട്. ഇനി സബ് ഹെഡിങ്ങുകളെല്ലാം തന്നെ റെഡ് കളറിലാണ് നൽകിയിരിക്കുന്നത്. അതും നേരത്തെ ചെയ്തതുപോലെ തന്നെ കൺട്രോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സെലക്ട് ചെയ്യുന്നു. ഇതിന് നൽകുന്ന സ്റ്റൈല് ഹെഡിങ് 2 എന്നുള്ളതാണ്. സ്റ്റൈൽ ബോക്സിലെ ഹെഡിങ് 2 എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ചോദ്യത്തിൻ്റെ ആദ്യ 2 ഭാഗങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഹെഡിങ് 1 എന്ന ഒരു സ്റ്റൈൽ, നമ്പറുകൾ നൽകിയിരിക്കുന്ന ഹെഡിങ് 1 എന്ന ഒരു സ്റ്റൈലിൽ ആവശ്യമായ എഡിറ്റിങ്ങുകൾ വരുത്തി ഫോണ്ട് ഫാമിലി സൈസ് കളർ എന്നിവ ചേഞ്ച് ചെയ്യാനാണ് അടുത്തതായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ചെയ്യുന്നതിന് ഹെഡിങ് 1നോട് ചേർന്ന ഒരു കറുത്ത ഭാഗത്ത് ഒരു കറുത്ത ആരോയിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ എഡിറ്റ് സ്റ്റൈൽ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു എഡിറ്റിംഗ് വിൻഡോ വരുന്നു. അതിൽ ഫോണ്ട് എഫക്ട്സ് 2 കാര്യങ്ങളാണുള്ളത്. ഫോണ്ടിൽ നിന്നും വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട് എന്നുള്ളതിലെ ബാബൽ യൂണിക്കോഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അതുപോലെ ഫോണ്ടിൻ്റെ സൈസ് 135% ആക്കുന്നു. അടുത്തതായി ഫോണ്ട് കളറാണ് മാറ്റേണ്ടത്. അതിന് ഫോണ്ട് എഫക്ട്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോണ്ട് കളറിന് താഴെ പർപ്പിൾ കളർ സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടെ ഒരു വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നതിന് എക്സാം 10ലേക്കാണ് നിങ്ങൾ രജിസ്റ്റർ നമ്പറും _ ക്വസ്റ്റ്യൻ നമ്പറായി സേവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സേവ് ചെയ്യുന്നതിനായി ഫയൽ സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പറുമായി നൽകി സേവ് ചെയ്യുന്നതോടെ ഈ ഒരു പ്രവർത്തനം അവസാനിക്കുന്നു.